ഹായ്. വേൾഡ് തലത്തിൽ പ്രഥമ ശുശ്രൂഷ ദിനമായി അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 2 സാറ്റർഡേ ആണ്. ഈ വർഷം സെപ്റ്റംബർ 2 സാറ്റർഡേ എന്ന് പറയുന്നത് ഇന്നാണ്, സെപ്റ്റംബർ 14 തീയതി. ഇന്ന് വേൾഡ് ഫസ്റ്റ് എയ്ഡ് ദിനമാണ്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട പൊള്ളലേറ്റാൽ അല്ലെങ്കിൽ ബേണിംഗ് ഉണ്ടായാൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ പൊള്ളലേൽക്കുന്നത് വ്യത്യസ്തമായ പദാർത്ഥങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മുടെ ഫയർ, തീയിൽ നിന്ന് നമുക്ക് പൊള്ളലേൽക്കാം. അതുപോലെ തന്നെ ആസിഡ്, ആൽക്കലി പോലെയുള്ള പദാർത്ഥങ്ങൾ ശരീരത്തിലായാൽ പൊള്ളലേൽക്കാം. ഇലക്ട്രിസിറ്റി പോലെയുള്ള, മിന്നലേൽക്കുന്നത് പോലെയുള്ള പല കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ശരീരത്തിന് പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട്. പൊള്ളലേറ്റ് കഴിഞ്ഞാൽ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് പൊള്ളലേറ്റ വ്യക്തിയെ ആ സ്ഥലത്ത് നിന്ന്, ആ ഒരു ഭാഗം എവിടെയാണോ പൊള്ളലേറ്റ പ്രദേശം അവിടെ നിന്ന് മാറ്റി സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തോട്ട്, സേഫ് ആയിട്ടുള്ള മറ്റൊരു സ്ഥലത്തോട്ട് മാറ്റുക എന്നാണ് ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം, പൊള്ളലേറ്റ ആ ഭാഗത്ത്, ആ ഒരു ബോഡി പാർട്സിൽ നനച്ചുകൊണ്ടിരിക്കുക. ശരീരം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ടേപ്പ് വെള്ളം, പൈപ്പ് വെള്ളം ഉപയോഗിച്ചുകൊണ്ട് 15 മുതൽ 20 മിനിറ്റ് വരെ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ വെള്ളം നനച്ചുകൊണ്ട്, വെള്ളത്തിൽ മുക്കിക്കൊണ്ട് തണുപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അത് നമ്മുടെ ഫേസ്, മുഖം അല്ലെങ്കിൽ നെഞ്ചു ഭാഗത്തൊക്കെ ആണെങ്കിൽ അത് വെള്ളത്തിൽ മുക്കി വെക്കാൻ പ്രയാസമുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ അവിടെ നനഞ്ഞ തുണി, നനഞ്ഞ ക്ലോത്ത് അല്ലെങ്കിൽ നനഞ്ഞ കോട്ടൺ അവിടെ വിരിച്ചിടുക. നനവ് പോകും തോറും അത് നനച്ചു വീണ്ടും നനച്ച് വീണ്ടും ആ പ്രദേശത്ത് ഇട്ടുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ചെയ്യാറുണ്ട് പേസ്റ്റ് പോലെയുള്ള, തേന് പോലെയുള്ള, മഞ്ഞൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള മുറിവായ ഭാഗങ്ങളിലേക്ക് നമ്മൾ പുരട്ടാറുണ്ട്. അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇത്തരത്തിലുള്ള തേനും അതുപോലെ പേസ്റ്റും ഒക്കെ വെക്കുന്നതിലൂടെ ഹൈജീനിക് അല്ലാത്തത് കൊണ്ടൊക്കെ അത് ഈ ഇൻഫെക്ഷൻ, സെക്കൻഡറി ഇൻഫെക്ഷൻ വരാൻ സാധ്യതയേറെയാണ്. ഓപ്പൺ വൂണ്ട് ആവുന്നതോടുകൂടി ഉള്ളിലോട്ട് ഇൻഫെക്ഷൻ വരാനും, സെക്കൻഡറി ഇൻഫെക്ഷൻ ആയിട്ട് വീണ്ടും അത് കൂടി വരാനും പിന്നീട് മാറാൻ സമയമെടുക്കാനൊക്കെ സാധ്യത ഏറെയാണ്. ആദ്യം നമ്മുടെ പൊള്ളൽ നിൽക്കുന്ന സമയത്തൊക്കെ ആദ്യം നമ്മുടെ സൂപ്പർഫിഷ്യൽ ലെയേഴ്സിൽ, നമ്മുടെ സ്കിന്നിന്റെ മുകൾ ഭാഗത്തായിരിക്കും പൊള്ളലേൽക്കാറുള്ളത്. അതിനുശേഷം നമ്മൾ കൃത്യസമയത്ത് തന്നെ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ, കൃത്യസമയത്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാതെ കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടില്ലെങ്കിലാണ് അത് ഡീപ്പ് ടിഷ്യൂലേക്ക് കൂടെ അത് ആവാറുണ്ട്, നീണ്ടുപോകാറുണ്ട്. അതുകൊണ്ട് ഉടനെ തന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക, ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പൊള്ളലേറ്റ ഭാഗത്ത് കുമിളകളായിട്ട് പൊന്തി വരുന്നത് കാണാറുണ്ട്. അത് നമ്മൾ എന്തെങ്കിലും പിന്നോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട്, നഖം കൊണ്ടൊന്നും പൊട്ടിക്കരുത്. അത് ഹോസ്പിറ്റലിൽ എത്തിയാൽ അവർ അത് പൊട്ടിച്ചോളും. കൃത്യമായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത സാധനങ്ങൾ കൊണ്ട് പൊട്ടിച്ചോളും. അല്ലെങ്കിൽ അതും സെക്കൻഡറി ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത ഏറെയാണ്. ഇനി പൊള്ളലേറ്റ ഭാഗത്ത് നമ്മുടെ വസ്ത്രം, ഡ്രസ്സ്, സാരിയൊക്കെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് അത് പറിച്ചെടുക്കാൻ ശ്രദ്ധിക്കരുത്. പറിച്ചെടുക്കേണ്ടതില്ല. അവിടെ നമ്മൾ തണുപ്പിച്ചാൽ മാത്രം മതി. ബാക്കി ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം മെഡിക്കൽ ഡോക്ടറോ നേഴ്സോ അത് കൃത്യമായിട്ട് സ്കിന്നും മറ്റും തൊലിക്കും പ്രശ്നങ്ങൾ പറ്റാത്ത രീതിയിൽ അവരത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചോളൂ. നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ഈ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഉടനടി ശ്രദ്ധിക്കേണ്ട, നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇത് ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങൾ, പ്രഥമ ശുശ്രൂഷ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഏതൊരു സമയത്തും ഏതൊരു സാഹചര്യത്തിലും നമുക്ക് നമ്മുടെ മുമ്പിൽ ഉണ്ടായാൽ നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.